فإن كاثر الأقوام أكثرهم به فبيعي وإنفاقي له الرأس والربح. രാത്രി കുറച്ചെങ്കിലും ഇത് ചെല്ലണം. തറാവി കഴിഞ്ഞിട്ടാണെങ്കിലും അത്താഴത്തിന് എണീറ്റിട്ടാണെങ്കിലും തഹജ്ജുദ് കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ. ജനങ്ങളെല്ലാം എത്ര പെരുപ്പിച്ച് പറഞ്ഞാലും അക്സറുഹും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പെരുപ്പിച്ച് പറഞ്ഞാൽ നബിയെ കൊണ്ട് ഏറ്റവും പെരുപ്പിച്ച് മദ്ഹ് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. എന്റെ കച്ചവടവും എന്റെ ചെലവഴിക്കലും ലഹു നബിക്കാണ്. മൂലധനവും ലാഭവും എന്റെ എല്ലാം നബിക്കാണ്. എന്റെ മൂലധനവും നബിക്കാണ്, എന്റെ ലാഭവും നബിക്കാണ്. ലഹു ആ നബിക്കാണ് എന്ത്? എന്റെ കച്ചവടവും എന്റെ ചെലവഴിക്കലും ലഹു എല്ലാം നബിക്കാണ്. അതിന്റെ മൂലധനവും നബിക്കാണ്. എന്റെ ലാഭവും നബിക്കാണ്, ഒക്കെ നബിക്കാണ്. പിന്നെ എന്റെ ശൈത്യകാലവും വസൈഫി എന്റെ വേനൽക്കാലവും അദ്ദഹ്റ കാലം മുഴുവനും ദിക്റു മുഹമ്മദിൻ, ഞാൻ മുഹമ്മദിനെ പറയലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വേനൽ വർഷമൊന്നുമില്ല, എൻ്റെ പണി എപ്പോഴും എന്തെന്നെ നബിയെ പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടൊക്കെ അങ്ങനെ ഇരുന്നു കുട്ടികളെ, എന്തും തെങ്ങിൻ്റെ മരത്ത് കൂടെ നടക്കും സ്ഥലത്തിൽ, പാടത്തിന് വരുമ്പോൾ കൂടെ നടക്കും സ്ഥലത്തിൽ, കന്നുകൂട്ടും സ്ഥലത്തിൽ, ഞാൻ കണ്ടതാ ബതക്കും സ്ഥലത്തിൽ. പിന്നെ ഒരു ഫാക്ടം പോസ്റ്റ് 20 പൊട്ടാഷ് ഒന്നുമില്ല, അടിച്ചു വളരും ആ കൃഷി. കാരണം ആ കൃഷി ഇട്ടപ്പോൾ മുതൽ എന്തുണ്ട്? സ്വലാത്തുണ്ട്. അത് റഹ്മത്തുൽ ആലമീൻ്റെ കൃഷിയാണ്. ആ കൃഷിയിലൊരു ഭാഗം ഉണ്ടാവും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുത്തി നെയ്ച്ചോറ് വെച്ചിട്ട് അതുകൊണ്ട് മൗലിദ് ഓതിക്കണം, അതിനൊരു കണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആണി തട്ടി തിരിച്ചിട്ട് ആ ആണിയിലെങ്കിലും നല്ല നെയ്ച്ചോറിൻ്റെ നെല്ല് നട്ടുപിടിപ്പിക്കും. എന്തിന്? അത് പാടത്തുനിന്ന് കൊയ്തെടുത്തത് അരി വാങ്ങാൻ അവർക്ക് കയ്യായിട്ടല്ല. അതായത് നമ്മളെ പാടത്ത് കൊയ്ത നെല്ല് കൊണ്ട് അരിയാക്കി നെയ്ച്ചോറ് വെച്ചിട്ട് മൗലിദ് ഓതിക്കണം. നമ്മൾ അധ്വാനിക്കണം. നമ്മളെ പുരയിൽ വളർത്തിയ ഒരു കുട്ടിക്ക്, ഒരു കാളക്കുട്ടിക്ക് 2 വയസ്സായപ്പോൾ നമ്മൾ തറുത്തു. വളർത്തി കൊണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു. അങ്ങനെ വേറെ വാങ്ങിയാൽ ഇതിനകത്ത് ആത്മാർത്ഥ ബന്ധം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും അതിനെ തീറ്റി പോറ്റി വെള്ളം കൊടുത്ത് അതിനെ നെറ്റി ഒഴിഞ്ഞു കൊടുത്ത് അതിൻ്റെ കൊമ്പ് ഭംഗിയാക്കി കൊടുത്ത് അതിൻ്റെ മേലെ എണ്ണ തേച്ച് ഇങ്ങനെ കൊണ്ടിടക്കുന്ന കാളക്കുട്ടികളുണ്ടാവും. എന്നിട്ട് ആ കാളയാണ് പിന്നെ എന്ത് ചെയ്യുക? ഹൃദയത്തിറക്കുക. ഹൃദയത്തിൽ അത്രയും ബന്ധപ്പെട്ടതാണത്. ഏതുപോലെ ഇബ്രാഹിം നബിയാണത്. ഇബ്രാഹിം നബി പണിയാണ്. അല്ലാതെ തമിഴ്നാട്ടിൽ ഇറക്കിയ പോത്തിനെ ഹൃദയത്തിറക്കുമ്പോൾ അവിടെ ഇബ്രാഹിം നബിയുടെ ബന്ധം ഉണ്ടാവണില്ല, തിരിഞ്ഞിട്ടില്ല. അവനാ പോറ്റി വളർത്തുക ഏറ്റവും സുന്നത്താണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണെങ്കിൽ പോലും ഒരാഴ്ചയെങ്കിലും അതിനെ എന്ത് ചെയ്യണം? പോറ്റണം. ഹൃദയമായി തന്നെ അതിന് ബന്ധപ്പെടുത്തണം. അപ്പം അതിന് വലിയ ഏതുപോലെ ഇബ്രാഹിം നബി ചെയ്തതുപോലെ താൻ പോറ്റി വളർത്തിയ കുഞ്ഞിനല്ലേ അടക്കാൻ കൊണ്ടായത്. അപ്പോഴേ ഇബ്രാഹിം നബി ആവുള്ളൂ. മറ്റു കച്ചവടക്കാരനാണ്. പഴയ കാലത്ത് എന്തുണ്ടെന്നറിയോ? പാടത്തൊരു കണ്ടം, അതിന് വേണ്ടി ഒരു ആണിയെങ്കിലും വെട്ടിത്തിരിച്ച് അതിൽ നെയ്ച്ചോറിൻ്റെ നെല്ല് നെട്ടുപിടിപ്പിച്ച് അത് കൊയ്ത് എന്നിട്ടത് കുത്തി ചേറ്റി പാറ്റി എന്നിട്ട് അതുകൊണ്ട് നെയ്ച്ചോറ് വെച്ച് മൗലിദ് കഴിച്ച് ജനങ്ങൾ വീട്ടിലുള്ള കോഴി, ഇറച്ചിയൊന്നും വാങ്ങലുണ്ടാവില്ല, കോഴി ഒരു 2, 3, 4, 5 കോഴിനെ പിടിക്കും. കോഴി എല്ലാ പേരിലും ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു 4, 5 നാടൻ കോഴിനെ പിടിക്കാം. നാടനെന്ന വാക്കന്നില്ല, അന്ന് നാടനില്ല, അന്ന് ഒരു കോഴിയേ ഉള്ളൂ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇപ്പം നാടൻ മാറി. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ ഒരു കുട്ടിയുണ്ട്, ഭക്ഷണം പത്തത്തെ കൂട്ടത്തിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്ത് കോഴിയാണ്? അപ്പം ആ കൂടുതൽ കുട്ടി പറഞ്ഞു ഇത് സാധാരണ കോഴിയാണ് എന്ന്. അപ്പം സാധാരണ കോഴി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മനസ്സിലായില്ല. ഇത് സാധാരണ കോഴിയാണ്, ഇത് സാധാരണ കോഴി തന്നെയാണ്, ഇത് സാധാരണ കോഴിയാണ് എന്ന് പലവട്ടം പറഞ്ഞു. അപ്പം ഞാൻ അപ്പം മുതലേ എൻ്റെ തല തിരിഞ്ഞ് ഇതും ബ്രോയിലറാണ് ലഗോണാണ് എന്നല്ല പറയണത്. ഇത് സാധാരണ കോഴിയാണ്. അതായത് ഇപ്പോഴത്തെ സാധാരണ കോഴി എന്താണ്? ഇതാണ്. മറ്റത് അസാധാരണ കോഴിയാണ്. എന്ത് നാടൻ കോഴി. ഭക്ഷണം നോക്കാൻ കഴിക്കും. അപ്പം ഭക്ഷണം കഴിക്കും. ഇതെന്താണ് കോഴി?
ഇത് സാധാരണ കോഴിയാണ് ഉസ്താദേ. ഒരു ചെടുങ്ങ് ചേർക്കാൻ ഒരു 8-10 വയസ്സേ ഉള്ളൂ. ഓനെ പറയുന്നത് സാധാരണ കോഴി, അത് സാധാരണ കോഴിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നാടൻ തന്നെ എന്തായി? ഇപ്പൊ നാടൻ കോഴി ഏതാ? ലഗോൺ കോഴി, ബ്രോയിലർ, മറ്റത് സാധാരണ കോഴി. അതായത് അതിനെ വരികയാണെങ്കിൽ തന്നെ ഒരു കാട്ടുപോത്തൊക്കെ വരുന്ന മാതിരിയാണ്. സാധാരണ ജന്തുവാണ് എന്ത്? നാടൻ കോഴി. പഴയ കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ നിറച്ച് കോഴികളുണ്ടാവും. ഒരു 4-5 കോഴിയെ കൂട്ടുന്ന വിടൂല. വെള്ളം തണ്ണിനും ഇതൊക്കെ വേറെ ഒരു കൊട്ടൻ്റെ ചോട്ടിലിട്ട് 10 മണിയാവും, 9 മണി, 6 മണി, 7 മണിക്ക് മല്ലാക്കാനെ കൊണ്ടുവന്ന് ആ 5 കോഴിനെ എന്ത് ചെയ്യും? അറുത്ത് അതിനൊക്കെ തോലൊളിച്ച് വൃത്തിയാക്കി അതുകൊണ്ട് നല്ലെന്ന് ഉഷങ്ങറായി തേങ്ങ അരച്ച് കറി വെച്ച് ഈ പാടത്തുണ്ടാക്കിയ അരി കൊണ്ട് നെയ്ച്ചോറ് വെച്ച് ഞങ്ങൾക്ക് മോര് ചോദിക്കും. ഒക്കെ നമ്മൾ കണ്ട് അനുഭവിച്ചതാ. ഒരു തുണ്ടിറച്ചി പുറത്തുനിന്ന് വാങ്ങൂല ഈ കോഴി. ഒക്കെ ഞാൻ കണ്ടതാണ്. ഇതൊക്കെ നമ്മൾ തറവാട്ടിലാണ്. എന്തിനാണ് അവർ അതൊക്കെ ചെയ്തത്? ഇത് കണക്കാക്കിയിട്ടാണ് ആ കോഴിനെ വളർത്തുന്നത് തന്നെ. ചില കോഴിനെ എന്ത് ചെയ്യും? മൊയ്തീൻ ഷേഖിന്റെ ആണ്ടിന് ഇറക്കാൻ വേണ്ടിയിട്ട് നല്ല വേറെ കോഴി ഉണ്ടാവും. അത് റബീഉൽ ആഖിറിൽ ഇറക്കും. അത് മൊയ്തീൻ ഷേഖിന്റെ ആണ്ടിനുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയിലാക്കാലൊക്കെ. മറ്റേ റിഫായ് ഷേഖിന്റെ ആണ്ടിനെ ഇറക്കാൻ വേണ്ടി വേറെ കോഴി ഉണ്ടാവും. അത് റിഫായ് ഷേഖിന്റെ ആണ്ടിനുള്ളതാണ്. അതിനെ ഇറക്കും. എന്നിട്ട് നാം ഉച്ചത്തിനെ ഇറക്കുക. ഇതിന്റെ ബർക്കത്ത്, ഇതിന്റെ കൂലി ആർക്കും കിട്ടണം. ഇത് ഞാൻ ആർക്ക് കൊടുത്തതാണ്? ദാനം ചെയ്യാൻ വേണ്ടി. റിഫായ് ഷേഖിന്റെ പേരിൽ സാധുക്കൾക്ക് ദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇറച്ചിയുള്ളത്. മൗലിദ് ഓതിയിട്ട് റിഫായ് മൗലിദ് ഓതി അല്ലെങ്കിൽ മൗലിദ് ഓതിയിട്ട് എന്ത് ചെയ്യും? നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കും, കൂടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അതിൻ്റെ റിഫായ് ഷേഖിന്റെ മേൽ ദ്വാരക്കും ചെയ്യും. റബ്ബേ ഞങ്ങൾ കഴിച്ചതും ഞങ്ങൾ ഓതിയതും ബഹുമാനപ്പെട്ട ഷേഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ ദ്വാ ചെയ്യും. ഇല്ലേ? അതൊക്കെ പറയേ ഇല്ലേ? റബീഉൽ അവ്വലാണെങ്കിൽ അതിന് വേണ്ടി കോഴിനെ വേറെ ഉണ്ടാവും. 5, 6, 7 കോഴിയൊക്കെ മാറ്റി വെക്കും. അത് നല്ല പൂവൻ, നല്ല കണക്കാക്കിയ വലിയ പൂവൻ കോഴി. അതിനങ്ങനെ വേറെ അന്ന് റബീഉൽ അവ്വൽ 12-നോ 13-നോ എന്നാണോ മൗലിദ്, അന്നത് കൊട്ടൻ്റെ ചൂട്ടിലിട്ട് നേരത്തെ എടുത്ത് അതിന് അരി കൊടുത്ത് അതിന് വെള്ളം കൊടുത്ത് അതിനെ ക്ലിയറാക്കി എന്നിട്ട് അതിന് വേണ്ടിയുള്ള മൊല്ലാക്ക വന്ന് അതിനെ അറുത്ത് മൊല്ലാക്കാക്കും എന്തെങ്കിലും ഒരു പൈസ ഒക്കെ പൊരുത്തപ്പെടുത്തി കൊടുത്ത് ഭക്ഷണത്തിന് മൊല്ലാക്കാനെ വിളിച്ച് എല്ലാവരും കൂടി മൗലിദ് ഓതി ഈ ഭക്ഷണം കഴിക്കും. 10, 100, 150, 200 ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടതാണ്. അതൊക്കെ ഹബീബായ നബിക്ക ഉറക്കെ പറയാതെ എന്റെ ശൈത്യകാലവും എന്റെ വേനൽക്കാലവും എല്ലാം അദ്ദഹ്റ, എല്ലാ കാലത്തും ദിക്റു മുഹമ്മദിൻ, മുഹമ്മദിന്റെ ദിക്റാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉദ്ദേശം വിജയിക്കും. ആ വിജയം വല്ലാത്തൊരു വിജയം തന്നെയായിരിക്കും. ആ വിജയം വല്ലാത്തൊരു വിജയമാണ്. ഞാൻ വിജയിക്കന്നെ ചെയ്യും. എന്തുകൊണ്ട്? ഞാൻ ഹബീബായ നബിയെ പറയുന്ന ആളാണ്. വേനൽ വർഷമില്ല എനിക്ക്, എന്നും നബിയെ പറയുന്ന പണിയാണ് എനിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബാനി മുറാദി ഫീഹി നഹ്ജൻ മുഖവ്വമാ സയതീഹി മിന്നിൽ മദ്ഹു മിൻ ബഅദിഹിൽ മദ്ഹു. ഹബാനി എനിക്ക് വെറുതെ ദാനമായി നൽകിയിരിക്കുന്നു. മുറാദി എൻ്റെ ഉദ്ദേശം, ഫീഹി നബിയിലുള്ള എൻ്റെ ഉദ്ദേശം എനിക്ക് ദാനമായി നൽകിയിരിക്കുന്നു. നഹ്ജൻ മുഖവ്വമൻ, ഒരു 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 നേരെയാക്കപ്പെട്ട. എന്തിലാണ്? സിറാത്ത് മുസ്തഖീമിലാണ്. എൻ്റെ നാവ് നബിയിലേക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥൻ ആരായിരിക്കും? ഇബ്ലീസ്. നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാവും, പക്ഷെ ദിക്ർ മുഹമ്മദ് ഉണ്ടാവില്ല. ഇന്നിപ്പോ നമുക്ക് അവിടെയാണ്. ഇന്നിപ്പോ നമ്മളെ നിയന്ത്രിക്കുന്ന ആരാണ്? ഇബ്ലീസ്. നമുക്ക് നിസ്കാരം നോമ്പുണ്ട്, എന്തില്ല? ദിക്ർ മുഹമ്മദ് ഇല്ല. ദിക്ർ മുഹമ്മദ് ഉണ്ടായാലേ നഹ്ജ് മുഖവ്വം കിട്ടുള്ളൂ. അയ്യുൽ അമാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് സിദ്ദീഖിനോട് ചോദിച്ചപ്പോൾ അൻനദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുക തന്നെയെന്ന് പറഞ്ഞില്ലേ? അപ്പൊ സിദ്ദീഖിന്റെ ചുണ്ടിൽ സദാസമയം ആരാളുള്ളത്? അപ്പൊ സിദ്ദീഖ് നേരായ മാർഗത്തിലാണ്. അപ്പൊ സിദ്ദീഖിനെ ആര് മോശാക്കിയോ അവരൊക്കെ തെറ്റായ മാർഗത്തിലാണ്. സിദ്ദീഖിനെ നിസാരപ്പെടുത്തുന്നവരുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഷിയാക്കൾ പല വിഭാഗങ്ങളുണ്ട്. ഷിയാക്കളിൽ ഒരു വലിയൊരു വിഭാഗം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്നവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്നവർക്ക് ദീനുണ്ടാവില്ല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആര് ലയിച്ചതാണ്? സുലൈഖ് ലയിച്ചതാണ്. സിദ്ദീഖിനേക്കാൾ നിസ്കരിക്കാൻ കഴിയും, സിദ്ദീഖാൻ കഴിയില്ല. സിദ്ദീഖ് ലയിച്ചത് ഒരാൾക്ക് നിസ്കാരം മനുഷ്യനെ, ഖുർആൻ തന്നെ മനുഷ്യനെ പേപ്പിക്കും. നിസ്കാരം പേപ്പിക്കാതിരിക്കണം. ഒരാൾ ഖുർആൻ കൊണ്ട് പേക്കൂലേ?
നിസ്കാരം കൊണ്ട് പേക്കും. ഖുർആൻ കൊണ്ട് പേച്ചാൽ പിന്നെ നിസ്കാരം കൊണ്ട് പേക്കൂലേ? മനസ്സിലായില്ലേ? എന്തുകൊണ്ട് പേക്കൂല? റസൂലുള്ളാഹിനെ കൊണ്ട് പേക്കൂല. റസൂലുള്ളാഹിനെ കൊണ്ട് പേക്കുമെന്നൊരു വാക്ക് ഖുർആനിലില്ല. സിദ്ദീഖിനേക്കാൾ നിസ്കരിക്കാൻ കഴിയും, പക്ഷെ സിദ്ദീഖാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം സിദ്ദീഖിന് എന്തല്ലാതല്ല ദിക്ർ മുഹമ്മദ്. അതുകൊണ്ട് സിദ്ദീഖിന് നെഹ്ജു മുഖവ്വമാണ്, നേരെയാക്കപ്പെട്ട മാർഗത്തിലാണ്. ആര്? സിദ്ദീഖ്. അപ്പൊ ആര് സിദ്ദീഖിനെ ആക്ഷേപിച്ചോ അവർ മോശമാണ്. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ കറക്റ്റാണ് ഈ വർത്താനം. ഹബാനി മുറാദി ഫീഹി നഹ്ജൻ മുഖവ്വമാ സയതീഹി മിന്നിൽ മദ്ഹു മിൻ ബഅദിഹിൽ മദ്ഹു. ഹബാനി എനിക്ക് നൽകി മുറാദി എൻ്റെ ഉദ്ദേശം, ഫീഹി നബിയിലുള്ള എൻ്റെ ഉദ്ദേശം എനിക്ക് നൽകിയിരിക്കുന്നു, നഹ്ജൻ ഒരു മാർഗത്തെ, മുഖവ്വമൻ നേരെയാക്കപ്പെട്ട ഒരു മാർഗത്തെ എനിക്ക് നൽകി. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഒരാൾ നബിയിലാണെങ്കിൽ അയാൾ നേർമാർഗത്തിലാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്വലാത്തിയല്ലേ അല്ല. സമയം നബിയെ പറ്റിയാണെങ്കിൽ നേരായ മാർഗത്തിലാണ്. കാരണം അവിടെ പിന്നെ ആർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പിശാചിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. സദാസമയം ഒരാൾ നബിയിലാണെങ്കിൽ, വാക്കായാലും പ്രവൃത്തിയായാലും മദ്ഹാണെങ്കിലും സ്വലാത്താണെങ്കിലും സുന്നത്താണെങ്കിലും രീതിയാണെങ്കിലും എല്ലാം ഹബീബായ നബിയിലാണോ അങ്ങനെ പേപ്പിക്കാൻ ബിലീസിനെ. ഹബാനി എനിക്ക് നൽകി മുറാദി എൻ്റെ ഉദ്ദേശം, ഫീഹി നബിയിലുള്ള ഉദ്ദേശം എനിക്ക് നൽകിയിരിക്കുന്നു, നഹ്ജൻ ഒരു മാർഗത്തെ, മുഖവ്വമൻ നേരെയാക്കപ്പെട്ട ഒരു മാർഗത്തെ നൽകിയിരിക്കുന്നു. സയതിഹി മിന്നി അതുകൊണ്ട് എന്നിൽ നിന്ന് വരും, അൽ മദ്ഹു നബിയെ പറ്റിയുള്ള മദ്ഹ്, മിൻ ബഅദിഹി അതിനുശേഷം പിന്നെയും വരും അൽ മദ്ഹു മദ്ഹന്നെ. അപ്പൊ എന്നിൽ നിന്ന് മദ്ഹ് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ നബിയെ കൊണ്ട് രക്ഷപ്പെട്ട ആളാണ്. എനിക്ക് നേർമാർഗം കിട്ടിയത് ആരെ കൊണ്ടാണ്? അപ്പൊ എന്നിൽ നിന്ന് എപ്പോഴും എന്ത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ബദരീങ്ങൾ ജയിച്ചത് ബദറുൽ കമാലായ ഹബീബ നബിയെ കൊണ്ടാണ്. പിന്നെ താബിയങ്ങൾ ജയിക്കുന്നത് ആരെ കൊണ്ട് തന്നെയാണ്? ഇന്നലെ ഹദീസ് ഞാൻ കാണിച്ചെന്നല്ലോ നിങ്ങൾക്ക് ഇല്ലേ? ثم يأتي في عام يغزو في عام من الناس فيقال هل فيكم من صاحب رسول الله فيقال نعم فيفتح له. ثم يأتي زمان فيغزو في عام من الناس فيقال هل فيكم من صاحب رسول الله فيقال نعم فيفتح لهم. ثم يأتي زمان فيغزو في عام من الناس فيقال هل فيكم من صاحب رسول الله. റസൂലുള്ളാഹിനെ കണ്ടോരാരെങ്കിലും ഇവിടെ കിട്ടാനുണ്ടോ? അപ്പൊ അയാളെ കൊണ്ടുവരും, അയാളെ കൊണ്ടും അവർക്ക് വിജയം കിട്ടും. അപ്പൊ ഈ ആളൊക്കെയുള്ള ബന്ധം എന്താ? ഇയാൾ നബിയെ കണ്ടോരെ കണ്ടിട്ടുണ്ട്. അപ്പൊ നബിയെ കൊണ്ടാണ് വിജയം കിട്ടുന്നത്. അപ്പൊ ഒന്നാമത്തെ ബദറിലും ബദറുൽ കമാലിനെ കൊണ്ടാണ് കിട്ടിയത്. താബിയങ്ങൾക്ക് വിജയം കിട്ടിയത് ആരെ കൊണ്ട് തന്നെയാണ്? ബദറുൽ കമാൽ ആ ഹബീബ നബിയെ കൊണ്ടാണ്. അതാണ് ബദറുൽ കമാൽ. ഇന്ന് നിങ്ങൾക്ക് വിജയം കിട്ടുകയാണെങ്കിലും അതും ആരെ കൊണ്ട് തന്നെ? മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹിയോട് സിദ്ദീഖുൽ അക്ബറിന്റെ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യാണ് സ്വഹാബികൾ. അന്ന് വകാന ശിആറുഹും യൗമയിദിൻ യാ മുഹമ്മദാ. അവർ ഇത് വിളിച്ചാണ് യുദ്ധത്തിന് പോയത്. വാ മുഹമ്മദാ വാ മുഹമ്മദാ വാ മുഹമ്മദാ. അന്ന് രണ്ട് കൂട്ടരാ, മുഹമ്മദിന്റെ ആളും മുസൈലിമത്തിന്റെ ആളും. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ മുസൈലിമ ലഅനത്തുല്ലാഹി അലൈഹിക്കെതിരെ പടപൊരുത സിദ്ദീഖിന്റെ പട്ടാളം. അവർ വിളിച്ചത് ആരെയാ? അന്ന് റസൂൽ ജീവിച്ചിരിപ്പില്ല. പക്ഷെ വിജയം ആരിലൂടെ വരൂ? റസൂലിലൂടെ വരും. അവർ ജയിക്കുകയും ചെയ്തു. ശത്രുക്കൾ വലിയ ശക്തരാണ്. 21,000 കലാൽ പട്ടാളമാണ് മുസ്ലിമുണ്ടായിരുന്നത്. എത്ര? 21,000. 21,000 കാലാൽ പട്ടാളം. എന്നിട്ട് അവരെ മലർത്തിയടിച്ച് സ്വഹാബികൾ. എന്തുകൊണ്ട്? അവരെ കൂടെ ആരുണ്ട്? അല്ലാഹുവിന്റെ ഹബീബുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ. ഹബാനി മുറാദി ഫീഹി നഹ്ജൻ മുഖവ്വമാ സയതീഹി മിന്നിൽ മദ്ഹു മിൻ ബഅദിഹിൽ മദ്ഹു. എന്നും അല്ലാഹുവിന്റെ റസൂലന്നെ ബദറുൽ കമാൽ എന്നും ബദറാണ്, എന്നും ബദറാണ്, എന്നും ബദറാണ്. ബദറുണ്ടോ? എന്നും ബദറാണ്. وحسين ترسي بالصفات صفاته وليمقول في المصطفى لسنقحو. وحسين ഞാൻ ഭംഗിയാക്കുന്നു തിർസി എൻ്റെ മുന്നിലുള്ള കടലാസിനെ ബിസിഫാത്തി ചില വിശേഷണങ്ങൾ എഴുതിയിട്ട്, സിഫാത്തിഹി അതായത് നബിയുടെ വിശേഷണങ്ങൾ. വഹസ്സിനു ഞാൻ ഭംഗിയാക്കുന്നു തിർസി എൻ്റെ മുന്നിലുള്ള കടലാസിനെ ബിസിഫാത്തി ചില വിശേഷണങ്ങൾ എഴുതിയിട്ട്, അതായത് സിഫാത്തിഹി റസൂലുള്ളാഹിയുടെ വിശേഷണം എഴുതിയിട്ട് എൻ്റെ കടലാസിനെ ഞാൻ ഭംഗിപ്പെടുത്തുന്നു. വലി എനിക്കുണ്ട് മിഖ്വലുൻ ഒരു വാക്ക് ഫിൽ മുസ്തഫ
മുസ്തഫ നബിയിൽ. ലസിനുൻ ഖുഹു, ഏറ്റവും മനോഹരമായ സാഹിത്യ ഭംഗിയുള്ള വാക്കാണ് ഞാൻ നബിയിൽ പറയുക. എന്തുകൊണ്ടാണ് എനിക്ക് നബിയിൽ ഏറ്റവും സാഹിത്യ ഭംഗിയുള്ള വാക്ക് പറയാൻ കഴിയുന്നത്? അത് ആരെ പറ്റിയുള്ള വാക്കാണ്? നബിയെ പറ്റി വാക്ക് പറഞ്ഞാൽ അത് സാഹിത്യമായി വരും. ഒരാൾ റസൂലുള്ളാഹിനെ പറ്റി പ്രസംഗിക്കുകയാണെങ്കിൽ ആ പ്രസംഗം കേൾക്കാൻ ആളുകൾക്ക് വാങ്ങിണ്ടാവും. ഇന്നും അങ്ങനെയാണ്. ആണോ അല്ലേ? നിങ്ങൾ എന്ത് വയൽ പറഞ്ഞാലും അതിനേക്കാൾ ജനങ്ങൾക്ക് ചൊർക്കുന്ന ആണോ അല്ലേ? ഇന്നും അങ്ങനെയാണ്. നിങ്ങൾ എന്ത് വയലും പറഞ്ഞാലും ജനങ്ങൾ ഉറങ്ങിയാലും റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോൾ ജനങ്ങൾ ഉറങ്ങില്ല. ഈമാൻ തരുമ്പുള്ളവനും ഉറങ്ങാൻ കഴിയില്ല, ഈമാൻ ഇല്ലത്തനും ഉറങ്ങാൻ കഴിയില്ല. ആർക്കും ഉറങ്ങാൻ കഴിയില്ല. ആർക്കും ഉറങ്ങാൻ കഴിയില്ല. നമ്മൾ തിരുദൂതർ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗം അലക്സാണ്ടർ ജേക്കബ് സാറിന് അയച്ചു കൊടുത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്ത ചെറുപ്പക്കാരനുണ്ട് ഇവിടെ അടുത്ത്. അദ്ദേഹത്തെ വിളിച്ച് പ്രശംസ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഞാൻ വിളിച്ചു. അപ്പോഴും വളരെ സന്തോഷം പറഞ്ഞു. ഞാൻ ഫുൾ ടൈം ഇരുന്ന് വായിച്ച് പഠിക്കാനാണ് എന്ന് പറഞ്ഞു. 2 ആഴ്ച കൊണ്ട് ഞാൻ തീർത്തിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ആലോചിക്കും, ഇതാരെ പറ്റിയുള്ള പുസ്തകം? റസൂലുള്ളാഹിനെ പറ്റി. ഒരു നന്മ മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ആ മനുഷ്യന് നബിയെ മറക്കാൻ കഴിയില്ല. അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു നന്മ മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നബിയെ നിസ്സാരപ്പെടുത്തില്ല ഒരു മതക്കാരനും. നന്മ കൈവശമുള്ള എത്രയോ മഹാന്മാരായ വലിയ വലിയ ഋഷിമാർ നബിയെ പ്രശംസിച്ചു. കഴിഞ്ഞ 1400 കൊല്ലത്ത് എത്ര ഹിന്ദു നേതാക്കന്മാർ. ഞാനെന്താ ആ പുസ്തകത്തിലുണ്ട് നബിയെപ്പറ്റി വാതോരാതെ എഴുതിയ ക്രിസ്ത്യാനികളുടെ ചരിത്രം. 1995 പോലും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ നബിയെപ്പറ്റി എഴുതിയ മദ്ഹിൻ്റെ ലേഖനം, അതിവിശാലമായ ലേഖനം. അങ്ങനത്തെ ലേഖനം മുസ്ലിങ്ങൾ പോലും ഇറങ്ങിയിട്ടുണ്ടാവില്ല. അത്ര പ്രവിശാലമായ ലേഖനം. ആ ലേഖനം തിരുദൂതർ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗത്തിൻ്റെ പുസ്തകം ലേഖനമുണ്ട്. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ നബിയെപ്പറ്റി എഴുതിയ ലേഖനം. എന്നെഴുതിയ ലേഖനം? ഇപ്പോൾ എഴുതിയത്. ആ AD 7-ാം നൂറ്റാണ്ടിൽ എഴുതിയ ലേഖനവും അതിലുണ്ട്. AD 20-ാം നൂറ്റാണ്ടിൽ എഴുതിയ ലേഖനവും ആ പുസ്തകത്തിലുണ്ട്. ആരെഴുതിയത്? മുസ്ലിങ്ങളല്ല. എന്തുകൊണ്ട്? മനസ്സിൽ നന്മയുള്ള ഒരാൾക്ക് നബിയെ നിസ്സാരപ്പെടുത്താൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഒരു പ്രഭാഷണം ഭംഗിയാകണമെങ്കിൽ അത് നബിയെ പറ്റി പറയണം. ഒരു പാട്ട് ഭംഗിയാകണമെങ്കിൽ നബിയെ പറ്റി പറയണം. നബിയെ പറ്റി ഒരു പാട്ട് ചിലപ്പോൾ ഭാഷാപരമായ തെറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ജനങ്ങൾ കേട്ട് കാര്യം. സാഹിത്യത്തിൻ്റെ ഭംഗി കീഴൊക്കെ ഉണ്ടാവും, പക്ഷെ നബിയെ പറ്റിയാകുമ്പോൾ ജനങ്ങൾ കാര്യം. സത്യല്ലേ? പറയും. ഭാഷാപരമായ തെറ്റൊക്കെ ചിലപ്പോൾ ആ പാട്ടിലുണ്ടാവാം, പക്ഷെ ജനങ്ങളത് കേട്ട കാര്യം. നമ്മളും കഴിയും, നമുക്ക് വേദന ഒന്നും. സത്യല്ലേ പറഞ്ഞത്? അതന്നെ. അത് നബിയുടെ പ്രത്യേകത, നബിയുടെ മാത്രം പ്രത്യേകതയാണ്. അത് നബിയുടെ മാത്രം പ്രത്യേകതയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാഷക്ക് വരെ ഒരു മഅ്ജിസത്ത്, ഭാഷക്ക് വരെ ഒരു മഅ്ജിസത്ത് ഉണ്ടാവും റസൂലുള്ളാഹിനെ പറ്റി. ഇല്ല ഇല്ല. ഹസീനു തൻസീബ് ബിസിഫാതി സിഫാതിഹി വലി മിഖ്വലും ഫിൽ മുസ്തഫ ലസിനു ഹസീനു, ഞാൻ ഭംഗിയാക്കുന്നു തിർസി, എൻ്റെ മുന്നിലുള്ള കടലാസിനെ ബിസിഫാത്തി, ചില വിശേഷണങ്ങൾ എഴുതിക്കൊണ്ട്. സിഫാത്തി അതായത് ഹബീബ നബിയുടെ വിശേഷണങ്ങൾ. വലി, എനിക്കുണ്ട് മിഖ്വലുൻ, ഒരു വാക്ക്. ഫിൽ മുസ്തഫ, മുസ്തഫ നബിയിൽ എനിക്കൊരു വാക്കുണ്ട്. ലസിനുൻ, ഭാഷാപരമായ. ഖുഹുൻ, ഏറ്റവും മനോഹരമായ, ഏറ്റവും സാഹിത്യമുള്ള, ഏറ്റവും സാഹിത്യ ശ്രേഷ്ഠമായ ഭാഷയാണ് നബിയിൽ ഞാൻ പ്രയോഗിക്കുന്നത്. എന്തേന് കഴിഞ്ഞ് നബിയെ പറ്റിയാണ്. സ്വാഭാവികമായി സാഹിത്യം വരും. ഇബ്രാഹിമേ, നിനക്കെന്താ നഷ്ടം? എന്ന് പ്രശംസ ചൊരിയുകയല്ലേ ആരുമേൽ? അലൈക യാ മുഹമ്മദ്, മുസ്തഫ നബിയെ നിങ്ങളെ മേലല്ലേ ഇബ്രാഹിം പ്രശംസ ചൊരിയുന്നു. ഇബ്രാഹിമിന് എന്ത് നഷ്ടം? ഇവിടെ കവിയെ പറ്റി പറഞ്ഞതാണ്. എന്ത്? ബർഹാം. ബഹുമാനപ്പെട്ട പേര് ഇബ്രാഹിം നിയാസിൽ കൗലഖീനാണ്. ഫമാദാ അലൈക, ഫമാദാ അല ബർഹാമ. ഇബ്രാഹിമിന് എന്താണ്? എപ്പോഴും പ്രശംസ പാടിക്കൊണ്ട് നടക്കുന്ന ഇബ്രാഹിമിന് എന്ത്? ആരുമേൽ? അലൈക, അങ്ങയുടെ മേൽ. യാ മുഹമ്മദ്, മുഹമ്മദായിട്ടുള്ളവരെ.
നിങ്ങളെ മേൽ പ്രശംസ ചൊരിയുന്ന ഇബ്രാഹിമിന് എന്ത് നഷ്ടം വരാനാണ്? മനസ്സിലായില്ലേ? പിന്നെ ഐനൽ മദ്ഹി, മദ്ഹിന്റെ ഒറിജിനൽ മദ്ഹിനെ, യാമൻ ഒരുത്തനെ ലഹുൽ ഫതഹു, നിനക്കല്ലടോ അവനല്ലേ ഫതഹ്. അങ്ങനത്തെ ഒരാൾ മൻ ലഹുൽ ഫതഹു, ആ ആൾക്കല്ലേ അള്ളാഹു വിജയം നൽകിയത്. ആ ആളാ, മനസ്സിലായില്ലേ? യാമൻ ലഹുൽ ഫതഹു, യാമൻ ലഹുൽ ഫതഹു, ആ ആയിട്ടുള്ളവരെ, യാമൻ യാ മുഹമ്മദ് ആയിട്ടുള്ളവരെ, യാമൻ ഒരുത്തലായിട്ടുള്ളവരെ, ലഹു ആ ആൾക്കാണ് അൽ ഫതഹു, ഈ അഖിലാണ്ട കണ്ട അഖിലാണ്ട കടാഹങ്ങളിലും അള്ളാഹു തആല ഫതഹ് വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരാളെ, അതായത് മുഹമ്മദ് ആയിട്ടുള്ളവരെ, അങ്ങയുടെ മേലാണ് ഇബ്രാഹിം എന്ത് ചെയ്യുന്നത്? പ്രശംസ. പിന്നെ ഇബ്രാഹിമിന് എന്ത് വരാനാണ്? ഒന്നും കൂടി ഇബ്രാഹിമിന് എന്ത് വരാനാണ്? എന്ത് നഷ്ടം? യുസ്നി, നിങ്ങളെ പറ്റി എപ്പോഴും പാട്ടും പാടി നടക്കണം ഇബ്രാഹിമിന് എന്ത് വരാനാണ്? അലൈക്ക, അങ്ങയുടെ മേലല്ലേ യാ മുഹമ്മദ്, മുഹമ്മദ് ആയിട്ടുള്ളവരെ, അങ്ങയുടെ മേലല്ലേ ഈ അരക്കാശിന് പറ്റാത്ത ഇബ്രാഹിം പാട്ടും പാടി നടക്കണത്. ഏത് പാട്ട്? ഐനൽ മദി, ഒറിജിനൽ മദ്. യാമൻ ഒരുത്തനായിട്ടുള്ള മുഹമ്മദ് നബിയെ ലഹു, ആ ആൾക്കാണല്ലോ അൽ ഫതഹു, ഈ അഖിലാണ്ട കടാഹങ്ങളിലും അല്ലാഹു തആല ഫതഹ് വെച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, ഈ പ്രപഞ്ചത്തിലെ ഫതഹ് അല്ലാഹു തആല വെച്ചത് ആ ഹബീബായ നബിക്കാണ്. അങ്ങനത്തെ അങ്ങയുടെ മേൽ പാട്ടും പാടി പ്രശംസിച്ച് നടക്കുന്ന ഇബ്രാഹിമിന് എന്ത് നഷ്ടം വരാനാണ്? ഏത് ബിസയിൽ എറിഞ്ഞാലും ഇബ്രാഹിമിന് കൊള്ളൂല. കാരണം ഇബ്രാഹിം ഏത് നേരം ഐനൽ മദ്ഹി, ഒറിജിനൽ മദ്ഹ്, നിങ്ങളെപ്പറ്റി പറയണ പണിയാ. പിന്നെ എൻ്റെ ശുദ്ധിയും എൻ്റെ മനസ്സിൻ്റെ ശുദ്ധത എൻ്റെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശുദ്ധം വരുത്തലും എൻ്റെ ശുദ്ധതയും, ഔൻസി എൻ്റെ ആനന്ദവും, ഇൻ ഖലൗത്തു ഞാൻ ഒറ്റക്കിരുന്നാൽ ദിക്രിഹി, ആ ദിക്റിന് വേണ്ടിയാണ്. ഇൻ ഖലൗത്തു ദിക്രിഹി, ഇൻ ഖലൗത്തു ഞാൻ ഒറ്റക്കിരുന്നാൽ കിട്ടും, ദിക്രിഹി നബിയെ പറയാൻ വേണ്ടി ഞാൻ ഒറ്റക്കിരുന്നാൽ എനിക്ക് കിട്ടും. എന്ത്? എൻ്റെ ശുദ്ധതയും അപ്പോഴാണ് എനിക്ക് വരിക, ആനന്ദവും. ഞങ്ങളെപ്പറ്റി പാടാൻ വേണ്ടി ഒറ്റക്കണ കുത്തിരുന്നാൽ അപ്പോഴാണ് എൻ്റെ ശുദ്ധീകരിക്കൽ നടക്കുക. സ്വലാത്ത് മനുഷ്യനെ ശുദ്ധീകരിക്കും. മദ്ഹ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. സഫായി, എൻ്റെ ഉള്ളിലെ ശുദ്ധം വരുത്തലും. എനിക്ക് മനുഷ്യൻ്റെ കിബ്റു അസദ് പോലത്തെ എല്ലാം എൻ്റെ തടിയിൽ നിന്ന് ഒഴിവായിപ്പോയി. എൻ്റെ തടി ശുദ്ധിയാകലും, ഉൻസി എൻ്റെ നിർവൃതിയും, ഇനി ഖലൗത്തു ഞാൻ ഒറ്റക്കിരുന്നാലാണ് കിട്ടാറുള്ളത്. ഇതിലേക്ക് നബിയെ പറയാൻ വേണ്ടി ഞാൻ ഒറ്റക്കിരുന്നാൽ എനിക്ക് എൻ്റെ പ്രോസസ്സിങ്, ശുദ്ധീകരണ പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കും. അവൻ ഒരാൾ റാമ ഉദ്ദേശിച്ചു, തഗ്നീസൽ മുഹബ്ബി ലഹു, മുഹബ്ബി പ്രേമപാചനത്തെ നിർവൃതിപ്പെടുത്താൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ലഹു, അവനല്ലേ അൽ വൈഹു, ഭാഗ്യമായ ഭാഗ്യമെല്ലാം. അവൻ്റെ പ്രേമപാചനം നബിയാണ്. ആ നബിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരാളാണ് ഒരുങ്ങിയാൽ അവനല്ലേ ഭാഗ്യമായ ഭാഗ്യമൊക്കെ, അവനല്ലേ നേട്ടമായ നേട്ടമൊക്കെ, അവനല്ലേ അത്ഭുതമായ അത്ഭുതമൊക്കെ കിട്ടുക. വൈഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, അത്ഭുതം, നേട്ടം എന്നൊക്കെ ഇനി പറയാം. എൻ്റെ ഉള്ളിലെ ശുദ്ധീകരണവും, ഔൻസി എൻ്റെ നിർവൃതിയും, ഇൻ ഖലൗതു ഞാൻ ഒറ്റക്കിരുന്നാലാണ് കിട്ടുക. ആർക്ക് വേണ്ടി? ലിദിക്രിഹി നബിയെ പറയാൻ വേണ്ടി ഞാൻ ഒറ്റക്കിരുന്നാൽ എനിക്കത് കിട്ടും. ഒമൻ ഏതൊരാൾ റാമ ഉദ്ദേശിച്ചു, തഗ്നീസൽ മുഹബ്ബി അവൻ്റെ പ്രേമപാചനത്തെ നിർവൃതിപ്പെടുത്താൻ അവൻ ഉദ്ദേശിച്ചോ, ലഹു അവനാണ് അൽ വൈഹു നേട്ടമായ നേട്ടമെല്ലാം, അത്ഭുതമായ അത്ഭുതമെല്ലാം കരസ്ഥമാവുക. പിന്നെ സ്വലാത്തും വതസ്ലീമുൻ അലാ ഖൈരി ഹാഷിമി വഅലിൻ വഅസ്ഹാബിൻ ബിഹാ യജ്തലി റൂഹു. സ്വലാത്തും സലാമും അലാ ഖൈരി ഹാഷിം, ഹാഷിം കുടുംബത്തിലെ ഏറ്റവും ഖൈറായ ആൾമേൽ അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ കുടുംബം ഹാഷിം കുടുംബമാണ്. അതിലെ ഏറ്റവും ഖൈറായ ആൾ മുഹമ്മദ്, ബിഹാ ആ സ്വലാത്ത് കൊണ്ട് യജ്തലി റൂഹു ഏത് റൂഹും പ്രകാശിക്കും. നിങ്ങൾ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലിക്കോ, അപ്പം നിന്റെ റൂഹ് പ്രകാശിക്കും. റൂഹ് പ്രകാശിക്കണോ? സ്വലാത്ത് ചൊല്ലിക്കോ. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കാൻ നിസ്കരിച്ച് കിടക്കണ്ട, 10 സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലെങ്കിൽ മൗലിദിൻ്റെ വീട് ദിവാനസത്ത് കൊണ്ടുപോയിട്ട് റൂമിൽ തന്നെ തലക്കം പുറത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാ ദിവസവും ഒരു 10-25 വരി അങ്ങനെ ചെല്ലുക. ഇപ്പോൾ തഹജ്ജുദിന് ആരും ഉണ്ടാവില്ല, അപ്പം അങ്ങനെ ചെല്ലുക. റസൂലുള്ളാഹിനെ ഓർക്കുക.
ഞാൻ അർത്ഥം വെച്ചെന്ന ഏതെങ്കിലും വരികളുണ്ടെങ്കിൽ ആ വരികൾ ഓർത്ത് കരയുക. റസൂലുള്ളാഹിനെ ഓർത്താ കരയും. റസൂലുള്ളാഹിനെ ഓർത്താ കരയും. റസൂലുള്ളാഹിനെ ഓർത്താ കരയാത്തൊരു കണ്ണുണ്ടോ? റസൂലുള്ളാഹിനെ ഓർത്താൽ ആദ്യമൊക്കെ നമ്മൾ ചെയ്യണം, പിന്നെ നമുക്കത് ചെയ്യാം. ആദ്യമൊക്കെ റസൂലുള്ളാഹിനെ ഓർത്ത് ജനങ്ങൾക്ക് അറിയാറുണ്ട് എന്ന് കേട്ടിട്ട് നമ്മൾ മെനക്കെട്ടാൽ മതി. പിന്നെ നമ്മൾ തന്നെ കരയും. കാരണം നമ്മളൊക്കെ ആദ്യം കരയാൻ പറ്റാത്തൊരവസ്ഥ നമുക്കുണ്ടാവും. കാരണം അത്രയും ചേറ് നമ്മളെ കൽബിൽ കിടക്കും. പിന്നെ ശുദ്ധീകരണ പ്രക്രിയ നടന്ന് വരും. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഒറ്റയടിക്ക് കരച്ചിൽ വന്നോളുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് അതിന് മാത്രം ചേറുണ്ടാവും എവിടെ? നമ്മളെ കൽബിൽ. അതായത് ശുദ്ധീകരണ പ്രക്രിയ നടക്കണം. എങ്ങനെ നബിയെ പറ്റി പാടിയും പറഞ്ഞു. ഞാൻ മോശമാണെങ്കിലും എൻ്റെ നബി മഹാനാണ്. ആകാശവും ഭൂമിയും അർശും കുർസിയും ലോഹവും കലമും അല്ലാഹു പടച്ചത് നബിക്കാണ്. ഞങ്ങളോട് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാരാ? അർശൊന്നൊന്നല്ലല്ലോ റസൂലുള്ളാഹിലേക്ക് ചേർത്ത. അത്രയും വലിയ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അതിൽ പഠിച്ചത് മുഴുവനും ഒന്ന് ചൊല്ലി. അലാ അന്നനീ റാളിൻ ബിഅൻ ഖീല ജാഹിലു സഫീഹുൻ വഇൻ ഖാലു ഫതബ്ബൻ ലഹു തബ്ബ റളിതു ബിഹി طول الزمان ودينه ربي إلهي قد رضيت به ربا فحسبي إلهي لم أرم نفع غيره ولا غيره أخشى فحسبي به حسبا عليه صلاة الحق في كل لحظة وتشمال أزواجا وتستغرق الصحبا سحوت عن الغيد الحساني ولا أسحو عن المصطفى المختار من نحوه وانحو مع أنف هذه كل غير وإنه يثبت فيه الحق والحق لا يمحو فإن كاثر الأقوام أكثرهم به فبيعي وينفاقي له الرأس والربح شتائي وصيف الدهر ذكر محمد فإن جاه قصدي نعم ذلكم النجح هباني مرادي فيه نهجا مقوما سيأتيه مني المدح من بعده المدح وحسين ترسي بالصفات صفاته ولي مقبل في المصطفى لسن قح وماذا على برهام يثني عليك يا محمد عين المدح يا من له الفتح صفائي وانسين خلوت لذكره ومن رام تأنيس المحب له الويح صلاة وتسليم على خير هاشم وآل وصحاب بها يجتلي الروح يجتلي പ്രകാശിക്കും റൂഹ് പ്രകാശിക്കും. എന്ത് ചൊല്ലിയാൽ? സ്വലാത്ത് ചൊല്ലിയാൽ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ബിഹാ യജ്തലി റൂഹ് പ്രകാശിക്കും. സ്വലാത്ത് കൊണ്ട് റൂഹ് പ്രകാശിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളും സാലിഹീങ്ങളുമായ അവൻ്റെ ദാസന്മാരിൽ ദാസികളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. ഈ മജ്ലിസിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ദൂരെയുള്ള ആളുകൾ, സോഷ്യൽ മീഡിയ വഴിയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ആ ഒരു തത്ഹീർ, ആ ഒരു ശുദ്ധീകരണം ബിഹാ യജ്തലി റൂഹു, അള്ളാഹിൻ്റെ ഹബീബിനെ പറ്റി പറഞ്ഞാലും കേട്ടാലും റൂഹ് പ്രകാശിക്കുമെന്ന ആ പ്രകാശം അല്ലാഹു തആല അവർക്കും ചൊരിഞ്ഞു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ചൊരിഞ്ഞു തരട്ടെ. ഇവിടെ അനീതി തകർക്കാനും നീതി സ്ഥാപിക്കാനും എല്ലാ ജനങ്ങൾക്കിടയിലും നീതി സ്ഥാപിക്കാൻ വേണ്ടിയാണ് ബദരീങ്ങളുടെ ഇടയിൽ അതിനാണ് നബി വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെയാണ് ഇതിനകത്ത്. അവർക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ നബിയിലൂടെയാണ്. ആ ചോറ് ആരും തന്നെ കൊടുക്കണം. അപ്പം അത് കഴിച്ചവർ ഹിന്ദുവായ സഹോദരനെ കഴിച്ചപ്പോൾ അയാളുള്ളിൽ നബിയെ ബഹുമാനിക്കലുണ്ടെങ്കിൽ അയാളും വെറുതെ ആവില്ല, ആരും വെറുതെ ആവില്ല. നബിയെ ബഹുമാനിച്ച ഒരാളും വെറുതെ ആവില്ല. ആരും വെറുതെ ആവില്ല. ഇപ്പം ഈ അടുത്ത ദിവസം ഞാൻ എവിടെയൊക്കെ കണ്ടല്ലോ, ഈ ദിവസം അബൂലഹബിന് തിങ്കളാഴ്ച ദിവസം തഖ്ഫീഫുണ്ട്. എവിടെ? നരകത്തിൽ തഖ്ഫീഫുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഹദീസായി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഇമാമിനെ എവിടെയോ ഞാൻ കണ്ടു ഈ അടുത്ത ദിവസം. എന്തേ സുബൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചു. സുറൂറൻ ലമ്മാ സമിഅ മീലാദിൻ നബിയിൽ മുസ്തഫ. അബ്ദുള്ളാഹ്ക്ക് കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ട് തൻ്റെ അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചു. ആര്? അബൂലഹബ്. ഈ അബൂലഹബിന് തിങ്കളാഴ്ച ദിവസം ചെറിയ തഖ്ഫീഫുണ്ട്, ഒരു ഇളവ്. എന്തുകൊണ്ട്? തിങ്കളാഴ്ച അയാൾ നബിയെ ബഹുമാനിച്ച്, മുഹമ്മദ് എന്ന കുട്ടിയെ ബഹുമാനിച്ച്, അന്ന് നബിയാണെന്നൊന്നും അറിയില്ലല്ലോ, ആ കുട്ടിയെ ബഹുമാനിച്ച് തൻ്റെ അബ്ദുള്ള എന്നുള്ള
തൻ്റെ അനുജന് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്നത് ആ സന്തോഷത്തിലാണ് അയാൾ മോചിപ്പിച്ചത്. അപ്പോൾ അയാൾക്ക് തഖ്ഫീഫ് ഉണ്ട് എന്ന് പല ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ വലിയ ആലിമീങ്ങളാണ്. അവർ പറഞ്ഞ അനുസരിക്കൽ നമുക്ക് ബാധ്യതയാണ്. മനസ്സിലാണ്ട് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുക, റസൂലുള്ളാഹിലാണ് സന്തോഷിക്കുന്നത്. അതാർക്കാണെങ്കിലും നേട്ടമുണ്ടാവും. കാരണം റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ആധാരമാണ്. ഹബീബായ റസൂലുള്ളാഹി അത് മനസ്സിലാക്കിയിട്ട് തറാവീഹ് നിസ്കരിക്ക്, അത് മനസ്സിലാക്കി തഹജ്ജുദ് നിസ്കരിക്ക്, അത് മനസ്സിലാക്കി ദുഹാ നിസ്കരിക്ക്. ഇപ്പം നമ്മൾ ദുഹാ നിസ്കരിക്കും. എന്ത് മക്കാഫത്തിൻ്റെ ദിവസം റസൂലുള്ളാഹി ദുഹാ മറന്നില്ല. ഭയങ്കര പ്രതിസന്ധി ദിവസം. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഉമ്മു ഹാനിയുടെ വീടിൻ്റെ അവിടെ കയറിയിട്ട് എന്ത് ചെയ്ത്? ദുഹാ നിസ്കരിച്ചു. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ കബിക്ക് തഹജ്ജുദ് നിസ്കരിക്കൽ മുടങ്ങിയതല്ല പ്രശ്നം. വലംതു സുന്നത്തമൻ അഹിയൽ വലാമ ഇലാ അനിഷ്തഖത ഖദമ. കാല് നീര് കെട്ടി വീർത്തിട്ടും തഹജ്ജുദ് ഒഴിവാക്കാത്തൊരു മനുഷ്യനെ ഞാൻ കാണുമ്പോൾ എന്ത് പറയും? അപ്പൊ കബീന്റെ പ്രശ്നം എന്തല്ല, തഹജ്ജുദ് മുടങ്ങിയല്ല. കാലിന് നീര് കെട്ടി വീർത്തിട്ടും തഹജ്ജുദ് മുടക്കാത്ത ഒരാളല്ലേ എന്റെ നേതാവ്. പിന്നെ ഞാനിത് എങ്ങനെ ചെയ്യാതിരിക്കുക? അപ്പൊ കവിയുടെ മനസ്സിൽ തഹജ്ജുദ് അല്ല, നബിയാണ്. നമ്മളെ മനസ്സിൽ തഹജ്ജുദാണ്. അതാണ് കവി നമ്മൾ വ്യത്യാസം. ഈ ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞ 5-8 നൂറ്റാണ്ട് കഴിഞ്ഞു പോയാലും മുഴുവനും ബൂസൂരിയെ പ്രശംസിക്കാൻ കാരണം റളിയല്ലാഹു അൻഹു, ബൂസൂരിയുടെ മനസ്സ് മുഴുവൻ ആരാണ്? നബിയാണ്. തഹജ്ജുദ് നിസ്കരിച്ചപ്പോഴും നബിയാണ്. ഒരു രാത്രി തഹജ്ജുദ് മുടങ്ങിപ്പോയി. തഹജ്ജുദ് മുടങ്ങി കവിക്ക്. അപ്പോഴാണ് വലംതു സുന്നതമൻ അഹ്യൽ വലാമ ഇലാ അനിഷ്തഖത് ഖദമാ ഉള്ളുറ മിൻ വറമി. വലംതു സുന്നതമൻ, ഒരാളുടെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തുവല്ലോ. അഹ്യൽ വലാമ, ഇരുട്ടുകളെ ആൾ ജീവിപ്പിച്ചു. അനിഷ്തഖത് ഖദമാഹു, ആ കാലുകൾ അന്യായം ബോധിപ്പിച്ചപ്പോൾ പോലും ഉള്ളുറ മിൻ വറമി, നീര് കെട്ടി വീർത്തിട്ടുണ്ട് എന്ന പ്രയാസം കാലുകൾ പറഞ്ഞിട്ട് പോലും ആ മഹാൻ തഹജ്ജുദ് മുടക്കില്ല. അങ്ങനത്തെ സുന്നത്താണല്ലോ തഹജ്ജുദ്. അത് ഞാൻ അക്രമം കാണിച്ചല്ലോ. ആ ആളുടെ സുന്നത്തിന് ഏതാണ് ഇയാൾ? ആ ആൾക്ക് കാല് നീര് കെട്ടി വീർത്തിട്ടും ആ അമൽ മുടക്കിയിട്ടില്ല. അപ്പൊ ആ ആളോട് ആളെ കരുതിയെങ്കിലും ഞാനിത് ചെയ്യണ്ടേ? എന്റെ കൂലിയല്ല. കവിയുടെ പ്രശ്നം എന്താണ്? ഹബീബായ നബിയാണ്. മനസ്സിലായി? ഇവിടുന്ന് നോക്കണം. അവിടുന്ന് തഹജ്ജുദ്, അവിടുന്ന് തഹജ്ജുദ്. അല്ലാതെ എനിക്ക് സ്വർഗത്തിൽ വാരി കൂട്ടാനല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എന്താകണം? എൻ്റെ റസൂലുള്ള ഒരു രാത്രി മുടക്കാത്തതാണ് രാത്രി നിസ്കാരം, ഞാൻ മുടക്കൂല. എൻ്റെ റസൂള്ള മുടക്കാത്തതാണ് ലൂറിന് മുമ്പുള്ള 4 റക്അത്ത്, ഞാൻ മുടക്കൂല. എൻ്റെ റസൂള്ള ഒരു കാലത്ത് മുടക്കാത്തതാണ് ലൂറിന് ശേഷം 4 റക്അത്ത്. അതല്ല സ്വർഗ്ഗം നരകം നോക്കുകയാണെങ്കിൽ ഈ കണക്കൂട്ടി 10, 40, 35 കൊല്ലായാലും ഇപ്പോൾ ലൂറിന് മുമ്പ് 4 റക്അത്ത്. അപ്പോൾ സ്വർഗത്തിക്കൊക്കെ രക്ഷപ്പെടാൻ മാത്രം ഇപ്പോൾ ഇപ്പത്തിനായിട്ടുണ്ടാവും. പിന്നെ എനിക്ക് കാലിന് തളർച്ച വരും. അതേ സമയത്ത് ആരിലേക്ക് മടങ്ങും? റസൂള്ള 4 റക്അത്ത് നിസ്കരിക്കാതെ ലൂറ് നിസ്കരിക്കൂല. അല്ലാ, എൻ്റെ റസൂള്ള ചെയ്താലേ ഞാൻ അങ്ങനെ ഒഴിവാക്കും. അപ്പം ജീവന്റെ തുടിപ്പ് ബാക്കിയുള്ള കാലത്തോളം എനിക്കതിന് കഴിയും. മറ്റേ എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ റബ്ബി ഓഫർലി പഠിച്ചോനെ ഇതുവരെ കുറേ നിസ്കരിച്ചു, ഇപ്പോൾ കാലൊക്കെ വയ്യാൻ പുറത്തുകൊണ്ട് പറഞ്ഞാൽ മതി. മറ്റേ എനിക്ക് പുറത്തരം കൊണ്ടാന്ന് പറയാൻ തോന്നൂല എനിക്ക് നിസ്കരിക്കാതെ. എന്തുകൊണ്ട്? ഇതിനേക്കാൾ വലിയ രോഗിയായിട്ട് റസൂൽ അത് മുടക്കിയിട്ട് ഇല്ല. അപ്പൊ ഈ ഒക്കെ ആരിലേക്ക് മടങ്ങ്? സുലയിലേക്ക് മടങ്ങ്. എല്ലാ സുലനെ കൊടുക്കും. ഇതൊരു സാധുവിനെ കണ്ടപ്പോൾ എൻ്റെ പോക്കറ്റിലേക്ക് കൈ പൊന്തിയത് എനിക്ക് സ്വർഗം കിട്ടാനല്ല. കാരണം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം കൊടുത്ത മനുഷ്യൻ ഞാൻ എങ്ങനെ കൊടുക്കാക്ക? ഇതൊരു പള്ളി ഉണ്ടാക്കി. ഇതൊരു പള്ളി ഉണ്ടാക്കിയാൽ തന്നെ എനിക്ക് എന്ത് കിട്ടി? ആത്മാർത്ഥമായിട്ട് പള്ളി ഉണ്ടാക്കിയ എനിക്ക് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. ഉറപ്പല്ല. സ്വർഗത്തിൽ മണിമാളിക ഒറ്റയ്ക്ക് പിന്നെ സ്വർഗത്തിൽ മണിമാളിക ഉണ്ടാക്കി നരകത്തിൽ കൊണ്ടുവിടും. ഈ ആത്മാർത്ഥമായൊരു പള്ളി ഉണ്ടാക്കി എനിക്ക് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. കിട്ടിയല്ലോ. ഓനത് മതിയാവും. ഒമ്പിനെ പള്ളിക്ക് പത്തിയാക്കി ചെന്നാൽ കൊടുത്തോളുന്നില്ല. എന്ത്? നമുക്കിപ്പോൾ പള്ളിയൊക്കെ നമുക്ക് ആയല്ലോ. ഞാൻ തന്നെയാണ് അതിൻ്റെ കറണ്ട് ബില്ല് നടക്കുന്നത്. വേറൊരു പള്ളിക്കാൻ പറ്റി വന്നാൽ പത്തിയാക്കി സിമൻറ്റ് കൊടുക്കൂല. കാരണം പള്ളിക്ക് മാത്രമൊക്കെ നമുക്ക് എന്തുണ്ട്? പള്ളിയുണ്ട്. നിസ്കാരത്തിന് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എക്കാത്തിന് എക്കാത്തുണ്ട്. അതേസമയത്ത് നബി നോക്കിയാണെങ്കിലോ കാന അജുവന്നാസിബിൽ ഖൈരി മിന റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം കൊടുത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. യാ പഠിച്ചവനെ കൊടുക്കും. എന്ത് കൊടുക്കും? അതാണ് എൻ്റെ നേതാവ് എന്നാകുമ്പോൾ എനക്കിവിടെ ബാക്കി വെക്കാൻ കഴിയൂല.
അപ്പൊ ഈ പള്ളി മറക്കും, നബിനെ ഓർക്കും. അപ്പൊ എനിക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. മനസ്സിലായില്ല? നീ ചെയ്ത കർമ്മത്തിലേക്ക് നീ നോക്കുകയാണെങ്കിൽ ചെയ്തത് മതിയായി എനിക്ക് തോന്നും. നബിയിലേക്ക് നോക്കുകയാണെങ്കിലോ മതിയാവില്ല. എന്തും അങ്ങനെയല്ലേ? എന്താ അങ്ങനെ ഇല്ലാത്തത്? എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടിയൊക്കെ ഒരു കോൽമുട്ടായി വാങ്ങിക്കൊണ്ടേ കൊടുത്തു. അത് ശരിക്കും സന്തോഷിക്കുകയാണ്. പിന്നെ നിസ്കരിക്കാൻ നിന്നു, സുന്നത്ത് നിസ്കരിക്കുക. അപ്പോൾ ആ കുട്ടി സാധുവായ കുട്ടി, 8 വയസ്സായ 10 വയസ്സായ എൻ്റെ വരിയിലുണ്ട്. എൻ്റെ മോളൊരു കുട്ടിയുണ്ട്. ഞാൻ വന്നാൽ വരും നിസ്കാരം പയ്യിൽ വന്നിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ആളുകൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ കുട്ടികൾ വന്നാൽ കൈ കൊണ്ട് തട്ടിയിടും. അപ്പോൾ നമ്മളിത് എന്താണ് അതിനെ കൊടുക്കാണ്ടൊക്കെ നമ്മൾ കൊടുത്തിരുന്നല്ലോ. നമ്മൾ കൊടുത്ത കോൽമുട്ടായിയാണ് ഇപ്പോഴും അതിൻ്റെ തൊള്ളിയിലുള്ളത്. അപ്പോൾ എനിക്ക് അതിനെ തട്ടിട്ടിട്ട് അപ്പോൾ അതിൻ്റെ തള്ളൻ്റെ തള്ളയോ വന്ന് അത് ബാപ്പ കൈ തട്ടിയിട്ട് കരഞ്ഞാൽ ഒരിക്കലും വിഷമം തോന്നില്ല. എന്തുകൊണ്ട്? ബാപ്പ കുട്ടീനോട് ഇഷ്ടമില്ലാത്ത വല്യാപ്പനും അല്ല, അത് ആ കുട്ടീൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ആ വല്യാപ്പാൻ്റെ വാങ്ങിക്കൊണ്ടേ കൊടുത്താനല്ല. അതിനെ കുറിച്ച് ഇഷ്ടം. നിസ്കാരപ്പയിൽ വന്ന് ഇരുന്ന് കാണണം. അപ്പോൾ അതുകൊണ്ടായിരിക്കും തട്ടിയെന്ന് ഓൽക്ക് ആശ്വസിക്കുക, നിനക്കും ആശ്വസിക്കുക. എന്നാൽ നിസ്കാരത്തിൽ സ്വന്തം പേരക്കുട്ടി തോളിൽ കയറ്റിയ ഒരു മനുഷ്യൻ്റെ ആലോചിച്ചാലോ എങ്ങനെ കുട്ടി തൊട്ട്? ആ ആള് നിസ്കരിക്കുമ്പോ ആളെ തോളിലാണ് ആര്? മക്കളെ കുട്ടി. എനിക്ക് പറഞ്ഞ മനസ്സിലായോ? ഇത് ചെയ്യുന്ന കർമ്മങ്ങളിലേക്ക് നോക്കിയാൽ എനിക്ക് എന്തും നേട്ടായി തോന്നും. അതേസമയത്ത് നബിയിലേക്ക് നോക്കുമ്പോഴാണ് എനിക്കത് ഞാൻ ഒന്നല്ലല്ലോ എന്ന് മനസ്സിലാവുക. ഒരു കുട്ടി പടക്കാരും ഒരു കുട്ടി പടിക്കാരും സുന്നത്ത് നിസ്കരിക്കും. പറയാൻ മനസ്സിലായി? ഒന്ന് ആലോചിച്ച് നോക്ക് എന്താണ്. മറ്റേ നമ്മൾ കുട്ടിയൊക്കെ തിന്നാൻ കൊടുത്താൽ നമുക്ക് ഒരു ഞാൻ നയിച്ചിട്ടല്ലേ തിന്നണത്. പിന്നെ ഞാൻ നിസ്കരിക്കാൻ പായിക്കോലും വരാൻ പാടുണ്ട്. അപ്പോൾ കയ്യോട് തട്ടി കുട്ടി വീണു, കുട്ടി കരഞ്ഞു. ഇത് വലിയ മഹാനുമാണ്. ഓലും പറഞ്ഞു കുട്ടിയോട് ഇഷ്ടമില്ലാത്തൊന്നല്ല, നിസ്കാര പായി വന്നിട്ടുണ്ടോ. അപ്പോൾ നിന്റെ കർമ്മത്തിലേക്ക് നീ നോക്കിയാൽ നിനക്ക് നീ ചെയ്യണമൊക്കെ വലിയതായി തോന്നും. അതേസമയത്ത് നീ ആരിലേക്ക് നോക്ക്? ഹബീബായ നബിയിലേക്ക് നോക്കുമ്പോഴാണ് ഇജി ചെയ്തൊന്നും ഒന്നല്ലെന്ന് എനിക്ക് മനസ്സിലാകുക. നല്ലപോലെ തല എടുത്തിട്ട് ചിന്തിക്കണം. ഈ പറയുന്നത് വെറുതെ മനസ്സിലാക്കരുത്. ഈ പറയുന്നതൊക്കെ ശരിക്ക് തല കൊടുത്ത് ചിന്തിക്കണം. അപ്പം നമ്മൾ ഏതൊരു കാര്യം നബിയിലേക്ക് നോക്കണം. ഏതൊരു കാര്യം നമ്മളിലേക്ക് നോക്കിയാൽ നമ്മൾ ദാനം ചെയ്തവരാണ്, നമ്മൾ ജനങ്ങളെ സഹായിച്ചവരാണ്. പക്ഷെ നബിയിലേക്ക് നോക്കിയ ഒന്നുമല്ല. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം കൊടുക്കാൻ കഴിയും. അപ്പൊ എന്താണെങ്കിൽ ആരുടെ താഴെയാവുള്ളൂ? റസൂലുള്ളാഹിന്റെ. അതേസമയത്ത് ഇത് നാട്ടിൽ ദാനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വലിയ ആളുമാണ്. മനസ്സിലായല്ലോ മോനെ? ഇത് ചെയ്തതിലെ നോക്കിയാൽ ഇത് വലിയ ആളാണ്. നബി ചെയ്തതിലൊക്കെ നോക്കിയാലോ? അപ്പൊ ഈ എവിടുന്ന് തുടങ്ങണം? നബി തുടങ്ങണം. എപ്പോഴും നബി എന്ന കുറ്റിയിലേക്ക് പോകണം. അവിടെയാണ് വിഷയം. നബിയിലേക്ക് എന്ന കുറ്റിയിലേക്ക് പോകണമെങ്കിൽ എൻ്റെ കൽബിൽ നബി നിറയണം, മദ്ഹ് കൊണ്ട് നിറയണം. അത്രയും വലിയ ആളാണ്. അതിന് ദമ്മില്ല, മദ്ഹേ ഉള്ളൂ. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് EMS കുറ്റം പറഞ്ഞുകൊണ്ട് പീഡിയക്കൊലമ ഇരിക്കൂല, എണീറ്റടിക്കും. ആ കുറ്റം EMS-നുള്ളതാണെങ്കിൽ പോലും. ആണോ അല്ലേ? പറയേ. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയനെ ആക്ഷേപിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് പീഡിയക്കൊലമ ഇരിക്കൂല. എന്തുകൊണ്ട്? പിണറായിന്റെ ഭരണത്തിൽ തെറ്റുണ്ടെങ്കിൽ പോലും അയാളെ കേട്ടിരിക്കൂല. കാരണം അത് അയാളുടെ അയാളുടെ ഹൃദയത്തിൽ തൊട്ട നേതാവാണ്. കാരണം ആ നേതാവിനെ പറ്റി അവന്റെ മനസ്സിൽ നന്മയുള്ളൂ. നേതാവിന് തിന്മ പോലും ഒന്ന് നന്മയിലേ വായിക്കുള്ളൂ. ഇത് തിന്മയില്ലാത്ത നന്മ മാത്രമുള്ള നേതാവ്. ആ നേതാവിനെ കൽബിൽ നിറച്ചില്ല. അതുകൊണ്ട് ആ നേതാവിനെ ഒരാൾ ആക്ഷേപിക്കണം എനിക്ക് പ്രശ്നമില്ല. ആ നേതാവിനെ ഒരാൾ നിസ്സാരപ്പെടുത്തിയാൽ എനിക്ക് പ്രശ്നമില്ല. മനസ്സിലാവണ്ട പറഞ്ഞു തന്നെ. നമ്മൾ ഈ റൂഹില്ലാത്ത നിസ്കാരവും റൂഹില്ലാത്ത നോമ്പും നമ്മളെ ബാധിച്ചു. റൂഹില്ലാത്ത തറാവീഹ്, റൂഹില്ലാത്ത തക്ബീർ ഒക്കെ നമ്മളെ ബാധിച്ചു. അതിൻ്റെ റൂഹാണ് ബിഹാ. ഈ വാക്കിൻ്റെ അവസാനം ബിഹാ റൂഹ് പ്രകാശിക്കൽ ആരെ കൊണ്ട് മാത്രമാണ്? മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. നാളെ ഇതിന് 3-ാം ഭാഗം പറയും. റമളാനുൽ മുഹമ്മദിയ എന്ന പ്രഭാഷണത്തിൻ്റെ 3-ാം ഭാഗം നാളെ വ്യാഴാഴ്ച 8:30 മണിക്ക് പറയും. ഇൻഷാ അല്ലാഹ്. തൗഫീഖ് തരട്ടെ.